നമ്മളെ ഒരുപാടങ്ങ് സ്നേഹിച്ചിട്ട് നീ ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കുന്ന ചിലരുണ്ട്. അത്രയും നാൾ നെയ്തെടുത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു ചീട്ടുകൊട്ടാരം തട്ടിത്തെറിപ്പിക്കുന്ന പോലെ തകർത്തെറിഞ്ഞു പോകുന്നവർ. ഒരു പക്ഷെ ചില നിസ്സാരമായ തെറ്റിദ്ധാരണകൾ കൊണ്ടാവാം ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ജന്മം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരാകാം എന്നേക്കുമായി പടിയിറങ്ങി പോകുന്നത്. മരണം ഒരു പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ മറന്നേക്കാം. പക്ഷെ നമ്മൾ ഹൃദയം നൽകി സ്നേഹിച്ചവർ നമ്മുടെ ഹൃദയം നോവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അതൊരു പക്ഷേ പെട്ടെന്നൊന്നും മായാത്ത മുറിവായിട്ട് നമ്മുടെ മനസ്സിൽ അവശേഷിക്കും. നീ എന്റെ ജീവനാണ്, നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഒരു പക്ഷെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ഇനി എത്ര ജന്മമുണ്ടെങ്കിലും എന്നും നീ എന്റേത് മാത്രമാണ് എന്നും അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ എല്ലാം ആയിരുന്ന ഒരാൾ ഒരു ദിവസം നമ്മുടെ ആരും അല്ലാതായി തീരുന്നത് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ അകൽച്ചയെങ്കിലും തോന്നുമ്പോൾ നിങ്ങൾ പരസ്പരം തുറന്നു പറയുക. അതേപോലെ ഇഷ്ടം അല്പം കുറയുന്നുണ്ടെന്ന് തോന്നിയ അതൊരിക്കലും മറച്ചു വെക്കാതിരിക്കുക. ഇതിനെക്കുറിച്ചുള്ള റിസർച്ചിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ജീവന തുല്യം സ്നേഹിക്കുന്ന 2 പേർക്കിടയിൽ ഒരുപാട് സ്നേഹം അങ്ങ് കൂടുമ്പോഴേ അതിൽ ഒരാളെങ്കിലും ചിന്തിച്ചു തുടങ്ങും, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെങ്കിലും എന്നെ വിട്ടു പോകുമോ എന്ന്. നെഗറ്റീവായിട്ടുള്ള ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളിൽ വളർന്ന് വളർന്ന് വലിയൊരു ചിന്തയായി ഈ ഒരു കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയാക്കുന്നു. പല വീഡിയോകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള കാന്തം പോലെയാണ്. നിങ്ങൾ ഇമോഷൻ കൊടുത്ത് വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്ന നെഗറ്റീവ് ചിന്തയാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. സ്നേഹം എല്ലാ മനുഷ്യരിലുമുണ്ട്. അതൊരിക്കലും ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നിങ്ങൾ ഈ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന സ്നേഹത്തിനായി.